21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം നിങ്ങൾ ഗസ് ചെയ്യുന്ന സമയം 100% കൃത്യമായിരിക്കും. ഈ 2 എക്സസൈസും 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ യുവർ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ആസ് എ ബയോളജിക്കൽ ക്ലോക്ക്. ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയമെടുക്കും? ഏകദേശം 365 ദിവസമല്ലേ? ഇതോടൊപ്പം സ്വന്തം അച്ചുതണ്ടിന്മേൽ കറങ്ങി ദിവസങ്ങളുണ്ടാക്കുന്നു. ഒരു ദിവസം ഏകദേശം 24 മണിക്കൂർ. ഇന്നലെ എത്ര മണിക്കൂറായിരുന്നു ഒരു ദിവസം? 24. ഇന്നോ 24 മണിക്കൂർ. നാളെയോ 24 മണിക്കൂർ. മറ്റന്നാളോ 24 മണിക്കൂർ. ഇത് എത്ര ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും നമുക്കൊരു ദിവസം 24 മണിക്കൂർ തന്നെ. ഈ ഒരു ദിവസം നമുക്ക് പല ജോലികളും വരും അല്ലേ? പല കടമകളും വരും. ഇതെല്ലാം ചെയ്യണം. അതിന് സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ടൈം മാനേജ്മെൻറ്റ്. ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000 രൂപ നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസം കുറച്ച് കൂടുതൽ ജോലി ചെയ്ത് അന്നത്തെ ശമ്പളത്തേക്കാൾ ഒരുപക്ഷെ 1000 കൂടി കൂടുതൽ വാങ്ങിച്ച് ആ നഷ്ടം നികത്താൻ നിങ്ങൾക്ക് കഴിയും. ആരോഗ്യം ശകലം നഷ്ടപ്പെട്ടാൽ വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ട് നല്ല മരുന്നുകൾ കഴിച്ച് ആ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ബട്ട് സമയം നഷ്ടപ്പെട്ടാലോ? ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. ടൈം ലോസ്റ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിൽ ഓരോ സെക്കൻഡിനെയും യുക്തമായി ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഉപയോഗിക്കൂ. സമയം നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. കാരണം സമയം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ്, തിരിച്ച് പിടിക്കാൻ കഴിയില്ല. ഒരിക്കൽ ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചതാണ്. 50 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ബിൽഗേറ്റ്സ് എന്തിനോ ഒന്ന് കുനിഞ്ഞപ്പോൾ $1,00,000 പോക്കറ്റിൽ നിന്ന് താഴെ തറയിൽ ഗ്രൗണ്ടിൽ ചെന്ന് വീണു. $1,00,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസി വെച്ച് നോക്കുമ്പോൾ ഇന്നത് ഒരു ഏകദേശം 80 ലക്ഷം രൂപ വരും. അദ്ദേഹം അത് എടുക്കാതെ സ്വന്തം മുറിയിൽ പോയി. അപ്പോൾ അടുത്തുനിന്ന് ആൾക്കാർ വെച്ച് $1,00,000 പോയത് എടുക്കണ്ടേ? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതെടുക്കണമെങ്കിൽ 50 നില താഴോട്ട് ഇറങ്ങണം, തിരിച്ച് ഈ 50 നില കയറി വരണം. ആ സമയം കൊണ്ട് ഞാൻ പോയിരുന്ന മറ്റൊരു ജോലി ഞാൻ ആലോചിക്കുന്നു. ആ ജോലി ഇതേ സമയം കൊണ്ട് ഞാൻ തീർത്താൽ എനിക്ക് $4,00,000 കിട്ടും. പക്ഷെ ഞാൻ താഴെ പോയാൽ $1,00,000 കിട്ടുമ്പോൾ എനിക്ക് ഈ 4 നഷ്ടപ്പെടും. അപ്പം ശരിക്കുള്ള നഷ്ടം 3 ലക്ഷമാവും. അതുകൊണ്ട് ആ 1 ലക്ഷം പോട്ടെ, ആ 4 ലക്ഷം കിട്ടുന്നതിൽ ഒന്നിൻ്റെ നഷ്ടം പോയാലും 3 ലക്ഷം എനിക്ക് ലാഭമാണ്. ഇതുപോലെ ആയിരിക്കണം നിങ്ങളും ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ മുന്നിൽ ഓരോ പ്രവൃത്തികൾ വരുമ്പോൾ ഏത് പ്രവൃത്തിക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ച് ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റി തീരുമാനിക്കണം. ആ ഓർഡറിൽ ജോലികൾ ചെയ്യണം. അതുപോലെ പല കാര്യങ്ങളും ശീലമാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ രാവിലെ കുളിയെ കഴിഞ്ഞ് മുടി കോതിയിട്ട് ചീർപ്പ് എവിടെയെങ്കിലും അങ്ങ് വയ്ക്കും, ഞാൻ പോകും. അടുത്ത ദിവസം രാവിലെ കുളി കഴിഞ്ഞ് വന്ന് ഞാൻ ചീർപ്പ് നോക്കുമ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചീർപ്പ് തപ്പി ഞാൻ നടക്കുമായിരുന്നു. ഈ പോയ 5 മിനിറ്റ് എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ചീർപ്പ് ഞാനൊരു നൂലെടുത്ത് അലമാരയുടെ മുമ്പിലുള്ള കണ്ണാടിയിലാണ് ഞാൻ നോക്കിയിരുന്നത്. ആ അലമാരയുടെ പിടിയിൽ നൂലെടുത്ത് ചീർപ്പിനെ കെട്ടിത്തൂക്കിയിട്ടു. ഒന്ന് കോതി കൈ അങ്ങ് വിടും, ആ നൂല് അവിടെ തൂങ്ങിക്കിടന്നോളും. അടുത്ത ദിവസം കുളിച്ച് വന്ന് നേരെ ഞാൻ ഈ നൂല് പിടിച്ചാൽ മതി, ചീർപ്പ് എൻ്റെ കയ്യിലായി. 5 മിനിറ്റെങ്കിലും ഞാൻ ലാഭിച്ചില്ലേ? നിങ്ങളായിരിക്കും എന്തോന്ന് 5 മിനിറ്റ്, ഈ 5 മിനിറ്റ് ലാഭിച്ച ഒരു വലിയ ലാഭമാണോ? ഒന്ന് ആലോചിക്കൂ. ഒരു ദിവസം ഞാൻ 5 മിനിറ്റ് ലാഭിച്ചപ്പോൾ ഒരു വർഷം, അതായത് 365 ദിവസം, 365 ഗുണം 5, 1825 മിനിറ്റാണ് ഞാൻ ലാഭിച്ചത്. എന്ന് പറയുമ്പോൾ 30-ലേറെ മണിക്കൂർ ഞാൻ ലാഭിച്ചു. ഒരു വർഷം കൊണ്ട് ഞാൻ 30 മണിക്കൂർ, അത് ഒരു ദിവസത്തിൽ കൂടുതൽ ഞാൻ ലാഭിച്ചു. അതുപോലെ
ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വാഹനത്തിന് താക്കോൽ എവിടെയെങ്കിലും വയ്ക്കുമായിരുന്നു. അത് തപ്പി ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ചിലപ്പോൾ കളയുമായിരുന്നു. എൻ്റെ മേശപ്പുറത്ത് ഒരു കൊച്ചു പെട്ടി വെച്ചു. എൻ്റെ പേനയും താക്കോലൊക്കെ അവിടെ വെച്ചു. ഒരു ദിവസം രാവിലെയും പേനയോ താക്കോലോ തപ്പി നടന്നില്ല. ലാഭിച്ച് ഞാൻ 5 മിനിറ്റ്. ഒരു വർഷം കൊണ്ട് 365 ഗുണം 5 1825 മിനിറ്റ് എന്ന 30-ലധികം മണിക്കൂറുകൾ അവിടെയും സേവ് ചെയ്തപ്പോൾ ചീർപ്പിൻ്റെ ഒരു 30 മണിക്കൂർ, ഇവിടെ ഒരു 30 മണിക്കൂർ, 60 മണിക്കൂർ 2.5 ദിവസത്തിൽ കൂടുതൽ ലാഭിച്ചു. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സമയം നമ്മൾ ലാഭിച്ചാൽ അതൊരു വലിയ ലാഭമായിട്ട് നമുക്ക് മാറും. അല്ലാതെ മൊത്തത്തിൽ എങ്ങനെ നമുക്ക് സമയമെല്ലാം എങ്ങനെ നേടിയെടുക്കാം അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ട. ഓരോ കൊച്ചു കാര്യങ്ങളിലും എങ്ങനെ സമയം നമുക്ക് ലാഭിക്കാം എന്ന് ചിന്തിക്കൂ. നിങ്ങൾ ചെയ്യേണ്ട വർക്കുകളെല്ലാം ആവർത്തിച്ച് ചെയ്ത് നിങ്ങൾ സ്കിൽ നേടും. എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ BEd പഠിച്ചപ്പോൾ ഉള്ളൊരു ചരിത്രമാണ്. ഒരു സയൻറ്റിസ്റ്റ് ഒരു വിശക്കുന്ന പൂച്ചയെ ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടു. ആ കൂട്ടിനകത്ത് എവിടെയോ ഒരു ലീവറുണ്ട്. അതിൽ തൊട്ടാൽ ഈ കൂട് തുറന്നു വരും. പൂച്ചയ്ക്ക് ആ ലിവറിനെ പറ്റിയൊന്നും അറിയില്ല. വെളിയിലൊരു പിടയ്ക്കുന്ന മീനിനെ കെട്ടി തൂക്കിയിട്ടു. വിശക്കുന്ന പൂച്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി നടന്ന് 10 മിനിറ്റ് ആയപ്പോൾ എങ്ങനെയോ ലിവർ തട്ടി തുറന്നു വന്നു. പൂച്ച മീനിനെ കഴിച്ചു. ഇത് 2-ാം ദിവസം ആവർത്തിച്ചു. അങ്ങനെ പല ദിവസം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം പൂച്ചയെ കൊണ്ട് കൂട്ടിനകത്ത് അടച്ചിട്ടു. വെളിയിൽ മീനിനെ കൊണ്ട് കെട്ടി തൂക്കിയതും പൂച്ച ലിവറിൽ തൊട്ട് കൂട് തുറന്ന് വെളി വന്ന് 1-2 സെക്കൻഡ് എടുത്തു. ആദ്യ ദിവസം പൂച്ച എടുത്ത് 10 മിനിറ്റ്, ഇന്നെടുത്ത 2 സെക്കൻഡ്. എന്ത് കാര്യവും നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ശീലമാക്കിയാൽ നിങ്ങളുടെ വേഗം വളരെയധികം കൂടും. അവിടെ നിങ്ങൾ ഒരുപാട് സമയം ലാഭിക്കും. അങ്ങനെയും ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. വ്യക്തമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം ജീവിതത്തിൽ. ടൈം ടേബിൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് പാലിക്കാനാണ്. ആ ടൈം ടേബിൾ അതുപോലെ പാലിക്കണം. തടസ്സങ്ങൾ പലതും വരും. ആ തടസ്സങ്ങൾക്ക് കീഴടങ്ങരുത്. ആ തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ പാലിക്കണം. ഉദാഹരണത്തിന് തിങ്കളാഴ്ച എന്ന ദിവസം ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇന്ന് എന്ത് പഠിപ്പിക്കാൻ പോകുന്നു എന്ന് ഊഹിച്ച് ആ പാഠഭാഗം ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് പോകണം. അതിനുള്ള സമയം കണ്ടെത്തണം. പഠിപ്പിച്ചതിൻ്റെ അന്ന് വൈകുന്നേരം വന്നിരുന്ന് 8 പ്രാവശ്യം വായിക്കൂ. അന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചതിൻ്റെ അന്ന് പഠിച്ചാൽ പിന്നെ വേഗം മറക്കില്ല കേട്ടോ. അങ്ങനെ 5 ദിവസവും അത് ചെയ്യൂ. ശനിയാഴ്ച എന്നൊരു ദിവസം ആ 5 ദിവസം പഠിപ്പിച്ച പാഠഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യൂ. ഞായറാഴ്ച എന്നൊരു ദിവസം മുൻ ആഴ്ചകളിൽ പഠിച്ച പാഠഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യൂ. ഇത്തരം ഓരോ വർക്കിനും നിങ്ങളുടെ സമയം കണ്ടെത്തി നീക്കി വയ്ക്കൂ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വിലപ്പെട്ട സമയം പോസിറ്റീവായിട്ട് ഉപയോഗിക്കൂ. പലപ്പോഴും പല കുട്ടികളും വന്ന് പറയുന്നതാണ്, പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് ഉത്തരമെല്ലാം അറിയാമായിരുന്നു, സമയം തികഞ്ഞില്ല. 80-ൽ 80 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് ഗവൺമെൻറ് പരീക്ഷ എഴുതാൻ കൊടുത്ത 2.5 മണിക്കൂറാണ്. 80-ൽ 40 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് ഗവൺമെൻറ് കൊടുത്ത എന്താ 1.5 മണിക്കൂറാണോ? അല്ലല്ലോ. അപ്പോൾ ഈ 2.5 മണിക്കൂർ ഓരോ ചോദ്യങ്ങൾ 2 പേർ ആൻസർ ചെയ്തപ്പോൾ ഒരാൾ 2.5 മണിക്കൂറിനകത്ത് തീർത്തു. മറ്റേ ആൾക്കാർ 2.5 മണിക്കൂറിനകത്ത് തീർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ സമയം തികഞ്ഞില്ലെന്നല്ല കുട്ടി ചിന്തിക്കേണ്ടത്. എൻ്റെ സ്പീഡ് പോരാ, ഞാൻ ആ സമയത്ത് ഉത്തരം എഴുതി, ആ 2.5 മണിക്കൂർ കൊണ്ട് ഉത്തരം എഴുതുന്ന രീതിയിൽ ആ ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ടൈം മാനേജ്മെൻറ്റാണ് തെറ്റിയത്. അല്ല, ചോദ്യം ഇട്ട ആളിനെ ചോദ്യം ടഫാണെന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല. എന്താ ഈ ടഫ് ക്വസ്റ്റ്യനും ഈസി ക്വസ്റ്റ്യനും? ഒരു ക്വസ്റ്റ്യനും ടഫല്ല, ഒരു ക്വസ്റ്റ്യനും ഈസിയും അല്ല. നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയ ചോദ്യം പരീക്ഷയ്ക്ക് വരുമ്പം പറയും, എന്തൊരു ഈസി ആയിരുന്നു പരീക്ഷ. പഠിക്കാത്ത ഭാഗം ചോദ്യം വന്നാലോ, എന്തൊരു ടഫായി പരീക്ഷ. ആക്ച്വലി അങ്ങനെ ടഫും ഈസിയും ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന രീതിക്കനുസരിച്ചുണ്ടാകുന്ന ചിന്തകളാണ്. അപ്പം നിങ്ങളുടെ പരീക്ഷ ചില വിഷയങ്ങൾക്ക് 1 മണിക്കൂറായിരിക്കാം, ചില വിഷയങ്ങൾ 1.5 മണിക്കൂറായിരിക്കാം, ചില വിഷയങ്ങൾ 2, 2.5, 3 മണിക്കൂറൊക്കെ ആകാം. ആ സമയത്തിനകത്ത് എല്ലാ ഉത്തരങ്ങളും എഴുതി തീരുന്ന രീതിയിൽ ആ 2.5 മണിക്കൂർ എന്ന അല്ലെ 3 മണിക്കൂർ എന്ന ടൈം മാനേജ് ചെയ്ത് ഉത്തരം എഴുതാനുള്ള ശീലം നിങ്ങളുണ്ടാക്കൂ. രാവിലെ എഴുക്കുന്ന മുതൽ കിടക്കുന്നത് വരെയുള്ള സമയം ചിട്ടയായിട്ട് ഉപയോഗപ്പെടുത്തി എല്ലാ പ്രഭാത കർമ്മങ്ങളും നന്നായിട്ട് ചെയ്യൂ. എഴുച്ചുടനെ കുളിക്കുന്ന ഒരു ശീലമാക്കൂ. കുളിച്ചിട്ടിരുന്ന് പഠിക്കൂ. സ്കൂളിലും ഓഫീസ് സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്താ, രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വേണം പോകാൻ. ഞാനെന്താ ദിവസം ആഹാരം കഴിക്കും. എന്തിനാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്?
എനിക്ക് ജീവിക്കണം. അതുപോലെ നിങ്ങളും കുളിച്ചിട്ട് വേണം സ്കൂളിലൊക്കെ പോകാൻ. എന്താ കാര്യം? അടുത്തിരിക്കുന്നവർക്കും ജീവിക്കണം. അപ്പോൾ അതിനൊക്കെ സമയം, ചിലർ പറയും എനിക്ക് രാവിലെ സമയം കിട്ടിയില്ല കുളിക്കാൻ. കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉണങ്ങില്ല, പ്രശ്നമാണ്, സമയം കിട്ടുന്നില്ല. കുളിച്ചിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, കുളിക്കാതെ പോകുന്നവരുണ്ട്. കുളിച്ച കുട്ടിക്ക് ഒരു ദിവസം 48 മണിക്കൂറും കുളിക്കാത്ത കുട്ടിക്ക് ഒരു ദിവസം 12 മണിക്കൂറാണോ? അല്ലല്ലോ. രണ്ടുപേർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെ. അപ്പോൾ കുളിച്ചിട്ട് പോയ കുട്ടി ആ 24 മണിക്കൂറിനകത്ത് ഇതെല്ലാം ചെയ്യാൻ സമയം കണ്ടെത്തി. 12 മണിക്കൂർ എന്നാ പറഞ്ഞ കുട്ടി, അല്ലെങ്കിൽ കുളിയൊക്കെ ചെയ്യാത്ത കുട്ടിക്ക് ആ സമയം നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അതൊരു ശീലമാക്കിയില്ല. നമുക്കെല്ലാം ഒരു ദിവസം 24 മണിക്കൂർ തന്നെ, എല്ലാവർക്കും 2 കൈ തന്നെ. ആ 2 കൈ കൊണ്ട് എന്താ ജോലിയൊക്കെ എങ്ങനെ ചെയ്യാം, എത്ര വേഗത്തിൽ ചെയ്യാം, എങ്ങനെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ വർക്ക് ചെയ്യാം. വർക്ക് 2 തരമുണ്ട്. കൂടുതൽ സമയമെടുത്ത് കുറച്ച് ജോലി ചെയ്യുക, ദാറ്റ് ഈസ് കോൾഡ് ഹാർഡ് വർക്ക്. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യുക, ദാറ്റ് ഈസ് കോൾഡ് സ്മാർട്ട് വർക്ക്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വയസ്സിന് മൂത്ത ആൾക്കാർ പറയുമായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ പറയുന്നത് അതല്ല, ഹാർഡ് വർക്ക് ചെയ്യണ്ട, സ്മാർട്ട് വർക്ക് ചെയ്യൂ. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ജോലികൾ ചെയ്യൂ, പ്രവൃത്തികൾ ചെയ്യൂ. അതിനുവേണ്ടി സമയം വിനിയോഗിക്കാനുള്ള ശീലം കൃത്യമായിട്ടുണ്ടാക്കൂ. സമയത്തെ പറ്റി നിങ്ങൾ ബോധം വരണമെങ്കിൽ 1-2 എക്സസൈസ് ഞാൻ പറയാം, അത് നിങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ സ്റ്റോപ്പ് വാച്ചിൽ 0 ആക്കി വെച്ച് കണ്ണടച്ചിരുന്ന്, സ്റ്റോപ്പ് വാച്ച് 0 ആക്കിയിട്ട് അത് ഓൺ ചെയ്യുകയും കണ്ണടച്ചിരുന്ന് സമയം മുന്നോട്ട് പോകുന്നതായിട്ടൊന്ന് ആലോചിക്കുകയും ചെയ്യണം. 1 മിനിറ്റായി എന്ന് തോന്നുന്ന സമയത്ത് കണ്ണ് തുറന്ന് ആ സ്റ്റോപ്പ് വാച്ചിൽ നോക്കുക, അത് കൃത്യം 1 മിനിറ്റ് തന്നെയാണോ കാണിച്ചത്. ഇത് ഒരു ദിവസം 8 പ്രാവശ്യം ചെയ്യുക. 21ാമത്തെ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് 1-ാം മിനിറ്റിലായിരിക്കും കണ്ണ് തുറക്കുന്നത്. ഒരു സംശയമില്ല, ചെയ്തു നോക്കൂ. 21ാമത്തെ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് 1-ാം മിനിറ്റിൽ കണ്ണ് തുറക്കും. ഇത് ഒരു എക്സസൈസ്. 2ാമത്തത്, വെറുതെ ചുമ്മാ കണ്ണടച്ചിരുന്ന സമയം എത്രയായി എന്നൊന്ന് ഗസ് ചെയ്യൂ. എന്നിട്ട് വാച്ചിലോ ക്ലോക്കിലോ നോക്കി നിങ്ങൾ ഗസ് ചെയ്ത സമയം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യൂ. ഇതൊരു ദിവസം 8 പ്രാവശ്യം ചെയ്യൂ. 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം നിങ്ങൾ ഗസ് ചെയ്യുന്ന സമയം 100% കൃത്യമായിരിക്കും. ഈ 2 എക്സസൈസും 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ യുവർ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ആസ് എ ബയോളജിക്കൽ ക്ലോക്ക്. നിങ്ങളുടെ ബ്രെയിൻ ഒരു ബയോളജിക്കൽ ക്ലോക്കായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതോടുകൂടി സമയത്തെക്കുറിച്ച് നിങ്ങൾ നല്ല ബോധമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാകട്ടെ, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാവട്ടെ, എന്തുമാവട്ടെ, ഈ 2 എക്സസൈസും ചെയ്ത് സമയത്തെക്കുറിച്ച് ഒരു നല്ല ബോധമുണ്ടാക്കൂ. അതോടുകൂടി ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അനായാസേന ചെയ്യാൻ പറ്റുന്ന ഉജ്ജ്വലമായ ഒന്നായിട്ട് മാറും. ആ സമയത്തെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ലോകത്തെ കീഴടക്കുന്ന വ്യക്തിയാവും. അങ്ങനെ എല്ലാം കീഴടക്കുന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.